ഹായ്, ഞാൻ ലക്ഷ്മി കൃഷ്ണൻ, ഒരു സ്കിൻ കെയർ എന്തൂസിയാസ്റ്റ് ആണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന റെറ്റിനോളിനെ പറ്റിയിട്ടാണ്. അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റി ഒന്ന് ആലോചിക്കുക. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. റെറ്റിനോൾ. ഇപ്പോൾ റെറ്റിനോൾ എന്തിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് പറഞ്ഞുതരാം. റെറ്റിനോൾ നമ്മൾ മോക്കുരുവിന് യൂസ് ചെയ്യും, ഫൈൻ ലൈൻസ് ആൻഡ് റിങ്കിൾസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. പിന്നെ നമ്മൾ ഓപ്പൺ പോസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട്, ഓയിലി സ്കിൻ ആണെങ്കിൽ ഒക്കെ നമ്മൾ റെറ്റിനോൾ യൂസ് ചെയ്യും. ആരെയൊക്കെ റെറ്റിനോൾ യൂസ് ചെയ്യാന്ന് വെച്ചാൽ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാണ്ട് 24 വയസ്സിന് മുകളിലോട്ടുള്ള ആൾക്കാർക്ക് എന്തായാലും റെറ്റിനോൾ യൂസ് ചെയ്യും. പക്ഷേ നിങ്ങൾക്ക് അതിന് മുന്നേ 24 വയസ്സിന് മുന്നേ ഒക്കെ റെറ്റിനോൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് പ്രിസ്ക്രിപ്ഷൻ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അത് വെറുതെ ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ഒരുപാട് മോക്കൂര് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരുപാട് ഓപ്പൺ പോസും വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ ഉണ്ടെങ്കിൽ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് റെറ്റിനോൾ ഉപയോഗിക്കാം. അപ്പൊ ഇത്രയാണ് നമ്മൾ റെറ്റിനോളിനെ പറ്റി ബേസിക്കലി പറയുന്നത്. പിന്നെ എന്താണ് റെറ്റിനോൾ എന്ന് വെച്ചാൽ ഇത് വിറ്റാമിൻ എയുടെ അണ്ടറിൽ വരുന്ന ഒരു സാധനമാണ്. റെറ്റിനോള്, റെറ്റിനാള്, അങ്ങനെ ഒരുപാട് പേരിൽ വരും. അഡാപ്ലി, ട്രെറ്റിനോയിൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് രീതിയിൽ റെറ്റിനോൾസ് യൂസ് ചെയ്യാറുണ്ട്. ഒരുപാട് കമ്പനിയാണ് നല്ല രീതിയിൽ ഇപ്പോൾ മാർക്കറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് റെറ്റിനോൾ. ഞാനിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ മൈക്രോബയോളജി അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഒന്നും ഞാൻ പറയുന്നില്ല, കാരണം ഓൾറെഡി നമ്മൾ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ അയക്കാടി കൊടുക്കുക. അത് കാണുമ്പോൾ നിങ്ങൾക്ക് ഫുൾ റെറ്റിനോളിനെ പറ്റി മനസ്സിലാവും. ഇപ്പൊ ഞാൻ പറയണതെന്ന് വെച്ചാൽ റെറ്റിനോൾ എങ്ങനെയൊക്കെ ഉപയോഗിക്കാം, പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ റെറ്റിനോൾ ഉപയോഗിച്ചിട്ട് അതിന്റെ റിസൾട്ട് കിട്ടാത്തത്, പിന്നെ ഫസ്റ്റ് റെറ്റിനോൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കുറച്ച് പണി കിട്ടാറുണ്ട്, അത് എന്തുകൊണ്ടാണ്. പല ആൾക്കാരും റെറ്റിനോൾ ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് കളഞ്ഞിട്ട് പോകുന്നുണ്ട്. അപ്പൊ അത് അങ്ങനെ കളഞ്ഞിട്ട് പോകാൻ നമ്മളെ റെറ്റിനോൾ എങ്ങനെ വർക്ക് ചെയ്യാം, പിന്നെ റെറ്റിനോൾ കുറച്ച് ഇറിറ്റേഷൻസ് ഒക്കെ തരും സ്കിന്നിന്. അപ്പൊ ആ ഇറിറ്റേഷൻസ് എങ്ങനെ കുറയ്ക്കാം എന്നതിനൊക്കെ പറ്റിയിട്ടാണ് നമ്മൾ ഇനി വീഡിയോയിൽ മൊത്തം പറയാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്തുകൊണ്ട് നിങ്ങളുടെ റെറ്റിനോൾ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. ഫസ്റ്റ് ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു സ്കിൻ കെയർ പ്രൊഡക്ട്സും ഒരു സ്കിൻ കെയർ ഇൻഗ്രീഡിയന്റും ഓവർനൈറ്റ് വർക്ക് ചെയ്യുന്നതല്ല. ഇപ്പൊ എക്സ്ഫോളിയേഷൻ ആണെങ്കിൽ നമ്മൾ ഹൈ കോൺസെൻട്രേഷൻ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ് ഓവർനൈറ്റ് ആ ഒരു ഗ്ലോ കിട്ടുന്നത്. പക്ഷെ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് ആ റിസൾട്ട് കിട്ടാൻ കുറച്ച് ടൈം എടുക്കും. അതുപോലെയാണ് റെറ്റിനോൾ. നമുക്ക് അതിന്റെ വർക്ക് ചെയ്തെടുക്കാൻ കുറച്ച് സമയം എടുക്കും. മിനിമം നമുക്ക് 3 months എങ്കിലും വേണം റെറ്റിനോളിന് വർക്ക് ചെയ്തത് മനസ്സിലാവാനായിട്ട്. കാരണം ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കണം. ഈ 3 months വേണം. അതിപ്പോ നിങ്ങൾ പ്രിസ്ക്രിപ്ഷൻ മെഡിക്കേഷനിലായാലും അല്ലാത്ത റെറ്റിനോളിലായാലും നമുക്ക് 3 months വേണം. പിന്നെ അടുത്തെന്ന് വെച്ചാൽ നിങ്ങൾ എന്തിനാണോ റെറ്റിനോൾ ഉപയോഗിക്കുന്നത് അതിന്റെ ഫലമേ കിട്ടുള്ളൂ. ഇപ്പൊ നിങ്ങൾ മോക്കുരുവിനാണ് റെറ്റിനോൾ ഉപയോഗിക്കുന്നതെങ്കിൽ മോക്കുരു മാറും, അതല്ലെങ്കിൽ അങ്ങനെ മാറും. അല്ലാണ്ട് നിങ്ങൾ ഫൈൻ ലൈൻസിനും റിങ്കിൾസിനും ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് കുറച്ചും കൂടെ ടൈം എടുത്തിട്ട് മാറും. പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നത് ആക്നെക്ക് വേണ്ടി മാത്രമായിരിക്കും. ഫൈൻ ലൈൻസും റിങ്കിൾസിനും ആണ് നിങ്ങൾ കുറച്ചുകൂടെ സമയം എടുക്കും. എന്തുകൊണ്ടെന്നാൽ റെറ്റിനോൾ ഒക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്നത്, നമ്മൾ മോസ്റ്റ് ഓഫ് ദി സ്കിൻ കെയർ ഇൻഗ്രീഡിയൻസ് നമ്മുടെ സ്കിന്നിന്റെ ഡീപ്പർ ലെയറിലോട്ട് ഇറങ്ങിപ്പോയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ഇറങ്ങിപ്പോയി അവിടെ വർക്ക് ചെയ്ത് പുറത്തോട്ടൊക്കെ വരാനായിട്ട് കുറച്ച് സമയം എടുക്കും. അപ്പൊ നമ്മൾ കുറച്ച് 3 മാസം മിനിമം ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റെറ്റിനോളിന്റെ ഫലം കിട്ടത്തുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ നിങ്ങൾക്ക് ഫൈൻ ലൈൻസും റിങ്കിൾസും ഒക്കെ ആണെങ്കിൽ നിങ്ങൾ കുറച്ച് സമയം കൊടുക്കുമ്പോൾ മാത്രമേ കൊളാജൻ ബൂസ്റ്റ് ഒക്കെ ചെയ്തിട്ട് റെറ്റിനോൾ വർക്ക് ചെയ്യത്തുള്ളൂ. സെയിം ഗോസ് ടു നമ്മുടെ മോക്കുരുവിനാണെങ്കിലും അതിന് കുറച്ച് സമയം എടുക്കും അത് വർക്ക് ചെയ്യാനായിട്ട്. അപ്പൊ നിങ്ങൾ ആ ഒരു ടൈം കൊടുത്താൽ മാത്രമേ റെറ്റിനോള് പ്രോപ്പർ ആയിട്ട് റിസൾട്ട് കിട്ടും. അല്ലാണ്ട് നിങ്ങൾ 2 ആഴ്ചയോ 3 ആഴ്ചയോ അല്ലെങ്കിൽ 1 മാസമൊക്കെ യൂസ് ചെയ്ത് നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഫലം കിട്ടത്തില്ല. 3 മാസത്തിൽ നിങ്ങൾക്ക് റിസൾട്ട് കണ്ടു തുടങ്ങണമെങ്കിൽ നിങ്ങൾ കോൺസ്റ്റന്റ് ആയിട്ട് കറക്റ്റ് ആയിട്ട് ചെയ്യണം. അപ്പൊ കോൺസ്റ്റന്റ് ആയിട്ട് കറക്റ്റ് ആയിട്ട് ചെയ്യണം എന്നും പറഞ്ഞ് എല്ലാ ദിവസവും റെറ്റിനോൾ ഒരിക്കലും മുഖത്തിടാൻ പാടില്ല. കോൺസ്റ്റന്റ് ആയിട്ട് ചെയ്യാന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ആഴ്ചയിൽ 4 ദിവസമൊക്കെ മാക്സിമം റെറ്റിനോളിന്റെ ഉപയോഗം ഉള്ളൂ. മീൻസ് അതിന്റെ അത്ര മതി നമുക്ക് റെറ്റിനോൾ. അപ്പൊ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ആഴ്ച ഫസ്റ്റ് ആദ്യമായിട്ടൊക്കെ ആണെങ്കിൽ യൂസ് ചെയ്യുന്നെങ്കിൽ നൈറ്റ് മാത്രമൊക്കെ യൂസ് ചെയ്തിട്ട് ഒരു ആദ്യത്തെ ആൾട്ടർനേറ്റ് ഡേയ്സിലോ അല്ലെങ്കിൽ 2 ദിവസത്തിലോ ഒരിക്കലോ അങ്ങനെയൊക്കെ യൂസ് ചെയ്ത് 3 months കറക്റ്റ് യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് റെറ്റിനോളിന്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ. അടുത്തത് ആൾക്കാർ പറയാറുള്ളതാണ്, ഞാൻ റെറ്റിനോൾ ഉപയോഗിക്കുന്നവരെ എന്റെ ഫൈനാൻസ് റിങ്കിൾസ് എനിക്ക് ഇത്രയും പ്രോമിനന്റ് ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇത് ഉപയോഗിച്ചതിന് ശേഷം എനിക്ക് ഭയങ്കര പ്രോമിനന്റ് ആയിട്ട് തോന്നുന്നുണ്ടെന്ന്. അതെന്താന്ന് വെച്ചാൽ റെറ്റിനോൾ ഒരിക്കലും നിങ്ങൾക്ക് ഫൈൻ ലൈൻസും റിങ്കിൾസും ഓവർ ആക്കത്തില്ല. അത് അങ്ങനത്തെ കാര്യമൊന്നും ചെയ്തില്ല. പക്ഷെ അത് നിങ്ങളുടെ സ്കിൻ ഡ്രൈ ആക്കും. കാരണം അത് അങ്ങനെയാണ് തുടക്കത്തിൽ അത് നമ്മുടെ സ്കിന്നിനെ ഒന്ന് ഡ്രൈ ആക്കുന്നത് കൊണ്ട് നമ്മുടെ ഫൈൻ ലൈൻസും റിങ്കിൾസും ഒന്ന് കൂടുതലായിട്ട് പ്രോപ്പറായിട്ട് കാണിക്കുന്നതാണ്. അതെങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ മുന്തിരി ഇല്ലേ, ആ മുന്തിരി നമ്മൾ ഉണക്കമുന്തിരി എടുക്കുമ്പോൾ ഉണക്കമുന്തിരി ചൊട്ടുമ്പോഴത്തേക്ക് അങ്ങനത്തെ വെള്ളമൊന്നും ഇല്ലാണ്ട് അത് ചൊട്ടുമ്പോഴത്തേക്ക് ആ ഫൈൻ ചുരുണ്ടിരിക്കത്തില്ല, വെള്ളം വരുമ്പോഴത്തേക്ക് പ്ലംബാവും, വീർത്ത് വരും. എക്സാക്ട്ലി അതുപോലെ നമ്മുടെ സ്കിൻ ഒന്ന് ഡ്രൈ ആകുമ്പോൾ നമ്മുടെ ആ റിങ്കിൾസ് ഒന്ന് പ്രോമിനന്റ് ആയിട്ട് കാണിക്കുന്നതാണ്. അത് റിസൾട്ട് കിട്ടി തുടങ്ങുമ്പോഴത്തേക്ക് ആ ഫൈൻ ലൈൻസും റിങ്കിൾസും മാറുകയും ചെയ്യും. അപ്പൊ ആ ഡ്രൈനെസ് ആണ് നമുക്ക് ആ ഫൈൻ ലൈൻസും റിങ്കിൾസും പ്രോമിനന്റ് ആയിട്ട് കാണിക്കുന്നത്. അപ്പൊ എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മനസ്സിലാക്കുക, റെറ്റിനോൾ വർക്ക് ചെയ്യാനായിട്ട് കുറച്ച് ടൈം എടുക്കും. ആ ടൈം നമ്മൾ കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ സ്കിൻ ഒരുപാട് വേഴ്സ് ആവുന്നതായിട്ടൊക്കെ തോന്നും. അതുകൊണ്ടാണ് നമ്മൾ റെറ്റിനോൾ അഗ്ലി എന്ന് പറഞ്ഞൊരു സിറ്റുവേഷൻ ഉണ്ടാവുന്നതെന്ന് പറയുന്നത്. കാരണം നമ്മുടെ സ്കിൻ ഓവറായിട്ട് ഡ്രൈ ആവും, സ്കിൻ പീൽ ആവും, സ്കിന്നിൽ ഒരുപാട്
ഒരുപാട് കുരു വരും. ഇതൊക്കെയെന്ന് വെച്ചാൽ റെറ്റിനോൾ വർക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതിനാണ്. കാരണം ഏറ്റവും വേഴ്സ് ആയിട്ട് മാത്രമേ നമ്മുടെ സ്കിന്നിനെ ഏറ്റവും വേഴ്സ് കണ്ടീഷനിലോട്ട് വലിച്ചിട്ടാണ് റെറ്റിനോൾ ഇപ്പം നമ്മളിപ്പോ ഒരു സാധനം വലിച്ചു വിടത്തില്ല, അതുപോലെ ഏറ്റവും മൈനസിലോട്ട് കൊണ്ടുപോയിട്ടാണ് അത് നമുക്ക് മാക്സിമം റിസൾട്ട് കൂടുതലും റെറ്റിനോൾ തരുന്നത്. എനിക്കൊക്കെ നല്ല അന്തസ് പർജിങ് ആയിരുന്നു. ഒരു ദിവസം രാവിലെ എണീച്ച് മുഖം മൊത്തവും കുരു. എന്റെ കയ്യിൽ എന്റെ ഫോട്ടോ മിസ്സായിട്ടില്ല, ഞാൻ കാണിച്ചു തന്നെ. എന്റെ ലൈക്ക് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എന്റെ റൂംമേറ്റ് ഫസ്റ്റ് കണ്ടിട്ട് നിനക്ക് ചിക്കൻ ബോക്സ് ആണോടാ എന്ന് അവർ ചോദിച്ചു. കാരണം മുഖം മൊത്തം കുരു, അത്ര അഗ്ലിങ് ആയിട്ടുണ്ടായിരുന്നു എന്റെ ഫേസിൽ. പുറത്തോട്ട് ഇറങ്ങാൻ പോലും എനിക്ക് തീരെ അങ്ങനത്തെ സെൽഫ് കോൺഷ്യസ് അല്ലാത്ത ആളായിരുന്നു ഞാൻ. പക്ഷെ ആ എന്നെ പോലും കോൺഷ്യസിലോട്ട് ആക്കിയ സിറ്റുവേഷൻ ആയിരുന്നു റെറ്റിനോൾ അഗ്ലി. അത്രയും വേഴ്സ് ആക്കും സിറ്റുവേഷൻ. പക്ഷെ നമ്മളൊന്ന് അതൊക്കെ ഒന്ന് സഹിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല സൂപ്പർ റിസൾട്ട് കിട്ടുകയും ചെയ്യും. റെറ്റിനോളിൽ ഉണ്ട്. അപ്പം റെറ്റിനോൾ കാരണം നിങ്ങളുടെ സ്കിൻ ഒരിക്കലും ഫൈൻ ലൈൻസ് റിങ്കിൾസും വരത്തില്ല, പക്ഷെ അത് സ്കിൻ ഡ്രൈ ആകും. അതുകൊണ്ട് നിങ്ങളുടെ ഫൈൻ ലൈൻസോ റിങ്കിൾസോ ഒന്നും പ്രോമിനന്റ് ആവുകയും ചെയ്യും. നിങ്ങളുടെ റെറ്റിനോളോ അല്ലെങ്കിൽ നിങ്ങളുടെ ഏതൊരു സ്കിൻ കെയർ പ്രൊഡക്റ്റും വർക്ക് ചെയ്യാത്ത ഈ ഒരു റീസൺ കൊണ്ടായിരിക്കും. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കുക, എന്താണ് ഇതൊരു സീക്രട്ട് ആണ്, വേറെ ആർക്കും പറയണ്ട, നമ്മൾ തമ്മിൽ മാത്രം ഇരുന്നാൽ മതി. എന്താന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങളുടെ സ്കിൻ കെയറിന്റെ ബ്രാൻഡിങ് ആണപ്പോൾ അവർ പറയും 2 ആഴ്ചയിൽ നമുക്ക് റിസൾട്ട് കിട്ടും, അല്ലെങ്കിൽ 3 ദിവസം കൊണ്ട് നമുക്ക് റിസൾട്ട് കിട്ടും. ലോ ആൻഡ് ലവ്ലിയുടെ ഏറ്റവും വലിയ 7 ദിവസം കൊണ്ട് ഭയങ്കര വെളുത്ത സ്കിൻ കിട്ടും. ഈ ഒരു സാധനം കാരണം നമ്മൾ ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കും. നമുക്ക് 7 ദിവസത്തിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ടാവും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ പുതിയ സാധനം വാങ്ങിച്ചിട്ട് ആദ്യമായിട്ട് സ്കിന്നിൽ ഇടുമ്പോൾ ഒന്നും ചെയ്യാതിരിക്കുന്ന സ്കിന്നിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ച് ഉണ്ടാവും. അതല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, കോൺസ്റ്റന്റ് ആയിട്ട് പ്രോപ്പറായിട്ട് സ്കിൻ കെയർ ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇത് 2 ആഴ്ചയിലൊന്നും കിട്ടാൻ പോണില്ല, കണ്ടിന്യൂസ് യൂസ് ചെയ്താലേ ഇതിന്റെ റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ അല്ലാണ്ട് നിങ്ങൾ ആദ്യമായിട്ടൊക്കെ ഹൈപ്പിൽ വാങ്ങിക്കുന്ന ആൾക്കാരും, ഇപ്പൊ പ്രോപ്പറായിട്ട് സ്കിൻ കെയർ ചെയ്യുന്ന ആൾക്കാരും ഹൈപ്പിൽ വാങ്ങിക്കുന്ന ആൾക്കാരെ നോക്കുമ്പോൾ നമ്മുടെ ചാർട്ടിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത് പുതിയതായിട്ട് സ്കിൻ കെയർ വാങ്ങിക്കുന്ന ആൾക്കാരായിരിക്കും. എന്തായാലും അങ്ങനെ, കാരണം പോപ്പുലേഷൻ അങ്ങനെയാണ്. അപ്പൊ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നിങ്ങൾ ഇതുവരെ ഒന്നും ചെയ്യാത്ത ആൾക്കാർ 2 ആഴ്ചയിൽ നിങ്ങൾക്ക് റിസൾട്ട് എന്തെങ്കിലുമൊക്കെ കിട്ടും. കാരണം നിങ്ങൾ നല്ലൊരു ആക്റ്റീവ് ആദ്യമായിട്ട് യൂസ് ചെയ്യണം, നിങ്ങൾക്ക് എന്തായാലും ഫലം കിട്ടും. പക്ഷെ നമ്മൾ അങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റെറ്റിനോൾ ഫലം കിട്ടത്തില്ല. കാരണം 2 ആഴ്ച കൊണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 ആഴ്ച കൊണ്ട് റെറ്റിനോൾ ഫലം തരത്തില്ല. രണ്ടാമത്തെ റീസൺ എന്ന് വെച്ചാൽ നമ്മൾ റെറ്റിനോൾ 3 മാസം എടുത്തിട്ടല്ലേ റിസൾട്ട് കിട്ടും. നിങ്ങൾ 3 മാസത്തെ റിസൾട്ട് ചെറുതായിട്ട് കാണുമ്പോൾ റിസൾട്ട് കിട്ടി നമ്മുടെ സാധനം അവിടെ സ്റ്റോപ്പ് ചെയ്യും, പിന്നെ യൂസ് ചെയ്യത്തില്ല. സ്കിൻ കെയർ എന്ന് പറയുന്നത് ഒരു വർക്കൗട്ട് പോലെയാണ്. നമ്മൾ പ്രോപ്പറായിട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ അത് ആഡ് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് യൂസ് ചെയ്ത് കറക്റ്റ് ചെയ്ത് പോയാൽ മാത്രമേ നമുക്ക് ലൈഫ് ലോങ് റിസൾട്ട് കിട്ടും. നിങ്ങൾക്ക് ലൈഫ് ലോങ് റിസൾട്ട് വേണമെങ്കിൽ ലൈഫ് ലോങ് സ്കിൻ കെയർ ചെയ്യണം. അപ്പം എന്ന് വെച്ചാൽ എന്താ ഇപ്പൊ എങ്ങനെയാ പറയാം, നമ്മളിപ്പം ശരീരം നന്നായിട്ട് കീപ്പ് ചെയ്യാൻ നമ്മൾ ഒരു മാസം നടന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നമൊക്കെ തീർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറയത്തില്ല, അത് മെയിൻറ്റെയിൻ ചെയ്യണം. സെയിം എക്സാക്ട് സ്കിൻ കെയർ മെയിൻറ്റെയിൻ ചെയ്യണം. അതുപോലെയാണ് റെറ്റിനോളും. നിങ്ങൾ 3 മാസം യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഫലം കിട്ടിയാലും നിങ്ങൾ പ്രോപ്പറായിട്ട് അത് കണ്ടിന്യൂസ് ചെയ്താൽ മാത്രമേ റെറ്റിനോളിന്റെ ഫലം കിട്ടൂ. കാരണം 3 മാസം മുന്നേ യൂസ് ചെയ്ത റെറ്റിനോൾ നമുക്ക് ലൈഫ് ലോങ് ആയിട്ട് ഫലം തരത്തില്ല. അപ്പൊ കൺസിസ്റ്റന്റ് ആയിരിക്കണം. 2 ആഴ്ചയിൽ റിസൾട്ട് പ്രതീക്ഷിക്കരുത്. മിനിമം 3 മാസം എടുത്താലേ റെറ്റിനോൾ കിട്ടത്തുള്ളൂ. പിന്നെ ഈ ക്ലെയിമിംഗ് ഇല്ലേ, മാർക്കറ്റിംഗ് ക്ലെയിമിങ്ങുകൾ, അതിൽ പോയി വീഴരുത്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. മാർക്കറ്റിംഗ് ക്ലെയിമിങ്ങുകൾ, അതായത് ഈ 2 ആഴ്ച കൊണ്ട് 3 ആഴ്ച കൊണ്ട് അല്ലെങ്കിൽ 7 ദിവസം കൊണ്ടൊക്കെ റിസൾട്ട് കിട്ടും എന്ന് പറയുന്ന ക്ലെയിമിങ്ങിൽ വീഴുമ്പോൾ നമ്മൾ ആ ക്ലെയിമിൽ വീഴുന്നതാണ് നമ്മൾ പ്രൊഡക്റ്റ് ചിലപ്പോൾ ആ പ്രൊഡക്റ്റ് നല്ലതായിരിക്കും, ബേസിക്കലി ആ പ്രൊഡക്റ്റ് ചിലപ്പോൾ നല്ലതായിരിക്കും. പക്ഷെ നമ്മൾ ഈ ക്ലെയിം കൊടുക്കുന്ന കാരണം നമുക്ക് ആ റിസൾട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അത് സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ടാണ് അത് ക്ലെയിമിൽ വീണ് കഴിഞ്ഞാൽ റെറ്റിനോൾ ഒരിക്കലും നമുക്ക് വർക്ക് ചെയ്യത്തില്ല. അടുത്ത കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രശ്നമാണ്, ഞാൻ റെറ്റിനോൾ ഉപയോഗിക്കുന്നു, പക്ഷെ ആ ഉപയോഗിച്ചതിന് ശേഷം എന്റെ സ്കിൻ ഭയങ്കരമായിട്ട് ഡീപ്പായി ഡാർക്കായി, രണ്ടിന്റെ ഹൈപ്പർ പിഗ്മെന്റേഷൻ വേഴ്സ് ആയി. ഇത് രണ്ടും കോമൺ ആയിട്ട് കേൾക്കുന്ന റീസൺ ആണ്. ഇത് റെറ്റിനോളിൽ മാത്രമല്ല സാലിസിലിക് ആസിഡും ഗ്ലൈക്കോളിക് ആസിഡിലും വിറ്റാമിൻ സിയിലും ഒക്കെ കേൾക്കുന്നതാണ്. കാര്യം എന്തെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ സാലിസിലിക് ആസിഡ്, വിറ്റാമിൻ സി, ഗ്ലൈക്കോളിക് ആസിഡ്, ലാക്റ്റിക് ആസിഡ്, നമ്മളെ റെറ്റിനോളും ഇതൊക്കെ നമ്മുടെ സ്കിന്നെ ഒന്ന് ഫോട്ടോ സെൻസിറ്റീവ് ആക്കുന്ന സാധനങ്ങളാണ്. അപ്പൊ ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ടും സൺസ്ക്രീൻ കൂടെ യൂസ് ചെയ്യണം. നിങ്ങൾ സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കാത്തതാണ് നല്ലത്. കാര്യം എന്ന് വെച്ചാൽ ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ള കാര്യം സത്യമാണ്. പക്ഷെ ആ ഹെൽപ്പിന്റെ കൂടെ നിങ്ങൾ സൺ പ്രൊട്ടക്ഷൻ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിൻ ഓവറായിട്ട് വേഴ്സാവും. ഒന്നാമത്തത് ഈ ടാനിങ്ങിന്റെ റീസൺ. രണ്ടാമത്തേന്ന് വെച്ചാൽ നമ്മളെ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഇന്ത്യക്കാർ സ്കിൻ ഓഫ് കളറിന് അണ്ടറിൽ വരുന്ന ആൾക്കാരാണ്. അപ്പൊ നമുക്ക് ചെറിയ ഇറിറ്റേഷൻസ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് ആ ഇറിറ്റേഷൻസ് നല്ല രീതിയിൽ ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉണ്ടാക്കും. ഒരു ചെറിയ കുത്തോ പുള്ളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ആ സ്കിൻ ഇറിറ്റേഷൻസ് ഭയങ്കരമായിട്ട് തോന്നും. അപ്പൊ ഈവൻ ദോ റെറ്റിനോൾ നമ്മുടെ ഔട്ടർ ലെയർ സ്മൂത്ത് ചെയ്യാനും നമ്മളെ സ്കിന്നിന്റെ അടിയിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഭയങ്കര ഭയങ്കര ഡീപ്പ് ലെയറിലുള്ള ഹൈപ്പർ പിഗ്മെന്റേഷൻ ആണെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ റെറ്റിനോൾ ഉപയോഗിച്ചാൽ മാത്രം പോകത്തില്ല, ലേസർ ട്രീറ്റ്മെന്റിലൊക്കെ വേണ്ടി വരും. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്റെ എടുത്താൽ ഞാൻ കുറെ കാലമായിട്ട് റെറ്റിനോൾ ഉപയോഗിക്കുന്ന ആളാണ്. പക്ഷെ ഇപ്പോഴും എനിക്ക് എന്റെ കണ്ണിന്റെ ഈ താഴെ ഒരു ചെറിയ ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉണ്ട്, അത് എന്ത് ചെയ്താലും പോകത്തില്ല. കാരണം
അത് ഞാൻ ഓർമ്മ വെച്ചാൽ ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങിയ കാലം തൊട്ട് എനിക്ക് ആ ഒരു ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉണ്ട്. അത് എങ്ങനെ വന്നതാണെന്നൊന്നും എനിക്കറിയത്തില്ല. മേ ബി എൻ്റെ അമ്മയ്ക്ക് ഒക്കെ മെലാസ്മ ഉള്ളതുകൊണ്ട് ഹെറിഡിറ്ററി ആയിട്ട് എനിക്ക് മെലാസ്മ വന്നതുകൊണ്ടായിരിക്കാം. പിന്നെ പ്രോപ്പറായിട്ട് സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്നതുകൊണ്ട് ആ സാധനം അവിടെ നിന്നതായിരിക്കും. എന്തോ ഒരു റീസൺ കാരണം എനിക്ക് അവിടെ ഒരു ഹൈപ്പർ പിഗ്മെന്റേഷൻ വന്നിട്ടുണ്ട്. എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പൊ ആ ഹൈപ്പർ പിഗ്മെന്റേഷൻ ഇപ്പോഴാണ് ഒന്ന് ലൈറ്റായിട്ട് ചെറുതായിട്ടെങ്കിലും ഒന്ന് ഡൗൺ ആയി തുടങ്ങി. കാരണം അത് അത്രയും വർഷം പഴക്കമുള്ള ഹൈപ്പർ പിഗ്മെന്റേഷൻ ആണ്. പിന്നെ ഞാൻ പ്രോപ്പറായിട്ട് സ്കിൻ കെയർ ചെയ്യുന്നതാണ്. ആ ഒരു അത് വർക്ക് അത് ചിലപ്പോൾ റെറ്റിനോളിൽ മാത്രം അല്ലെങ്കിൽ കോജിക് ആസിഡിൽ മാത്രം മാറത്തില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം ചിലപ്പോൾ അത് ലേസറിലോട്ടൊക്കെ പോകേണ്ടി വരും. എനിക്ക് പ്രസന്റ്ലി ലേസർ ട്രീറ്റ്മെന്റ് ചെയ്യാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത് അവിടെ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. അതൊക്കെ എന്ന് വെച്ചാൽ കുറച്ച് ടൈം എടുക്കും. ഇപ്പൊ മെലാസ്മ ഉപയോഗിക്കുന്ന ആൾക്കാർ റെറ്റിനോൾ മാത്രം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഹൈപ്പർ പിഗ്മെന്റേഷൻ പോവത്തില്ല. അവർ കോജിക് ആസിഡ് ഒക്കെ യൂസ് ചെയ്യണം. ഇപ്പൊ ചില സമയത്ത് നമ്മൾ കോജിക് ആസിഡ് യൂസ് ചെയ്താൽ പോലും ഭയങ്കര ഡീപ്പ് ലെയറിലുള്ള ഹൈപ്പർ പിഗ്മെന്റേഷൻ ആണെങ്കിൽ പോകാൻ കുറച്ച് ടൈം എടുക്കും. 3 മാസം ഒന്നും പോലെ കുറേ ടൈം എടുക്കും. ഒരു 1 ഇയർ ഒക്കെ എടുത്താലേ നമുക്ക് ആ ഒരു ഹൈപ്പർ പിഗ്മെന്റേഷൻ പോകത്തില്ല. ഇത് ബേസിക്കലി ഇതൊന്നും മോക്കൂരൊന്നും കൊണ്ടുണ്ടായതല്ല. ഇതൊരു ഫ്രെക്കിൾ ടൈപ്പ് ഹൈപ്പർ പിഗ്മെന്റേഷൻ ആണ്. ഈ സൺ ഡാമേജ് ആണത്. അപ്പം അത് കാരണം ഞാൻ പറഞ്ഞു, ഞാൻ സ്കിൻ കെയറിൽ ഒരുപാട് കളിച്ചിട്ടുള്ള ആളാണ്. അപ്പൊ അതിലെങ്ങനെയോ കിട്ടിയൊരു പണിയാണത്. എനിക്ക് ഓർമ്മയില്ലാത്ത അതിൽ എന്തെങ്കിലും ആലോചിച്ചിട്ട് ഓർമ്മ പറഞ്ഞുതരാം. അത് വേറെ അപ്പൊ ആ ഒരു അപ്പൊ അങ്ങനെ ഹൈപ്പർ പിഗ്മെന്റേഷൻ വേഴ്സ് ആക്കുന്നതല്ല. പിന്നെ നമ്മൾ സ്കിൻ ഓഫ് കളറിൽ അണ്ടറിലുള്ള ആൾക്കാരാണെങ്കിൽ സ്കിൻ ഇറിറ്റേഷൻ റെറ്റിനോൾ സ്കിൻ ഇറിറ്റേഷൻ തരുമല്ലോ. അപ്പൊ നമ്മൾ എപ്പോഴും റെറ്റിനോൾ പതുക്കെ വേണം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സ്കിന്നിലോട്ട്. അതായത് ഫസ്റ്റ് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട് നമ്മൾ സ്കിൻ കെയറിലോട്ട് റെറ്റിനോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ. ഒന്നെന്ന് വെച്ചാൽ നമ്മൾ ആദ്യമേ ഒരു രാത്രി മാത്രം യൂസ് ചെയ്യുക, പിറ്റേ രാത്രി ഉപയോഗിക്കാതിരിക്കുക, പിന്നെ യൂസ് ചെയ്യുക, അങ്ങനെ യൂസ് ചെയ്യുക. പക്ഷെ അതിനേക്കാളും ഞാൻ കുറച്ചുകൂടി സേഫ് ആയിട്ട് യൂസ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് എന്ന് വെച്ചാൽ ആദ്യമായിട്ട് സ്കിൻ കെയറിലോട്ട് റെറ്റിനോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് സാൻഡ്വിച്ച് മെത്തേഡിൽ കൂടെയാണ്. എങ്ങനെയാന്ന് വെച്ചാൽ ആദ്യമേ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ മോയ്സ്ചറൈസർ എടുക്കുക. ഏത് മോയ്സ്ചറൈസർ ആണോ അതെടുക്കുക. ഫേസ് ക്ലീൻ ആയിരിക്കണം, ഡ്രൈ ആയിരിക്കണം. നിങ്ങളുടെ മോയ്സ്ചറൈസർ എടുത്തതിന് ശേഷം ഇപ്പോൾ നിങ്ങളുടെ മോയ്സ്ചറൈസർ എടുത്തിട്ട് നമ്മൾ നോർമലി എങ്ങനെയാണോ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നത് അതുപോലെ ഒന്ന് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നിങ്ങൾ റെറ്റിനോൾ എത്രയാണോ അത്ര എടുക്കുക. നിങ്ങൾ എടുക്കുന്നത് ഞാൻ ഇത്ര എടുക്കുന്നുള്ളൂ, പി സൈസ് റെറ്റിനോൾ എന്നാണ് പറയുന്നത്, അത് എടുക്കുക. അത് എടുത്തതിന് ശേഷം നമ്മുടെ മുഖത്ത് നന്നായിട്ട് ഡാബ് ചെയ്ത് കൊടുക്കുക. മസാജ് ചെയ്യണം, ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്താൽ മതി. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വീണ്ടും നമ്മുടെ മോയ്സ്ചറൈസർ എടുക്കുക, ഫേസിൽ അപ്ലൈ ചെയ്യാം. അപ്പൊ എന്താ ഉണ്ടാവണേന്ന് വെച്ചാൽ നമ്മുടെ ഒരു ലെയർ നമ്മുടെ റെറ്റിനോള് എന്തായാലും പെനിട്രേറ്റ് ചെയ്തോളും ഡീപ്പിലോട്ട്. അപ്പം ഓവറായിട്ട് സ്കിൻ ഡ്രൈ ആവത്തില്ല നമ്മൾ ഈ സാൻഡ്വിച്ച് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് റെറ്റിനോൾ ഉപയോഗിക്കുന്നതെങ്കിലും. പിന്നെ ഞാൻ ഫസ്റ്റ് എൻ്റെ സ്കിൻ കെയറിലോട്ട് റെറ്റിനോൾ ആഡ് ചെയ്തത് ഡോക്ടർ പ്രിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്ത് എങ്ങനെയാന്ന് വെച്ചാൽ ഞാനൊരു 30 മിനിറ്റ്സ് റെറ്റിനോൾ യൂസ് ചെയ്തിട്ട് റെറ്റിനോൾ മുഖത്തിടും. എന്നിട്ട് ഞാൻ വാഷ് ചെയ്ത് കളഞ്ഞിട്ട് നന്നായിട്ട് മോയ്സ്ചറൈസറും ഹൈഡ്രേറ്റിംഗ് സിറംസ് യൂസ് ചെയ്തിട്ട് കിടന്നുറങ്ങും. അപ്പൊ എന്താന്ന് വെച്ചാൽ ഒരു 30 മിനിറ്റ്സിൽ. അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്ക് എനിക്ക് അതുകൊണ്ട് തന്നെ വർക്ക് ചെയ്യാൻ കുറച്ച് ടൈം എടുത്തു. പക്ഷെ എന്റെ സ്കിൻ നന്നായിട്ട് അഡാപ്റ്റ് ആയി റെറ്റിനോളുമായിട്ട്. എന്റെ സ്കിൻ ഭയങ്കര തിൻ ആയതുകൊണ്ട് ആ ഒരു പ്രോസസ്സ് വളരെ അത്യാവശ്യമാണ്. അപ്പൊ നിങ്ങൾ നല്ല ഭയങ്കര തിന്നായിട്ടുള്ള സ്കിന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് പ്രിസ്ക്രിപ്ഷൻ മെഡിക്കേഷൻ ആയിട്ടല്ലാത്ത റെറ്റിനോൾ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ പോലും ഒരു 30 മിനിറ്റ്സ് ഉപയോഗിക്കുക, കഴുകിക്കളയുക, എന്നിട്ട് മോയ്സ്ചറൈസർ ഉപയോഗിക്കുക ഇടുക. കാരണം നമ്മൾ സ്കിന്നിലോട്ട് അബ്സോർബ് ചെയ്യാൻ ഒരു 30 മിനിറ്റ്സ് ഒക്കെ മതി സെറംസ്. ഇത് യൂസ് ചെയ്യണമെങ്കിൽ കുറെ റീസൺസ് ഉണ്ട്. ഒന്ന് കുറെ പ്രൊഡക്റ്റ് നമുക്ക് വേസ്റ്റ് ആവും, കാരണം വർക്ക് ചെയ്യാൻ 30 മിനിറ്റ്സ് ഒക്കെ നമ്മൾ ഇടുന്നുള്ളൂ, പിന്നെ കഴുകിക്കളയുന്നുണ്ട്. രണ്ടാമത്തേന്ന് വെച്ചാൽ വർക്ക് ആ റിസൾട്ട് കിട്ടാൻ കുറച്ച് അധികം സമയം എടുക്കും. കാരണം നമ്മൾ കുറച്ച് നേരമേ വർക്ക് ടൈം നമ്മൾ സ്കിന്നിൽ കൊടുക്കുന്നുള്ള റീറ്റുള്ളൂ. അപ്പൊ കുറച്ച് ടൈം എടുക്കും. അത് മതിയെന്നുണ്ടെങ്കിൽ എനിക്ക് ഇറിറ്റേഷൻ ഒന്നും വേണ്ട, അത് മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. എനിക്ക് ഇറിറ്റേഷൻ വരാനുള്ള രണ്ടാമത്തെ റീസൺസ് എന്ന് വെച്ചാൽ ഞാൻ ഈ പരിപാടി ചെയ്തിട്ട് ഒരു 3 ആഴ്ച ഞാൻ ഈ പരിപാടി ചെയ്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഞാൻ പഴയ എന്റെ റിസർച്ചിന്റെ ഭാഗമായിട്ട് ഞാൻ കംപ്ലീറ്റ്ലി റെറ്റിനോൾ ഇട്ട് തുടങ്ങാൻ തുടങ്ങി. അപ്പൊ എനിക്ക് അതും കൂടെ കൊണ്ടാണ് എനിക്ക് നല്ല ഇറിറ്റേഷൻസ് കിട്ടിയത്. പിന്നെ പണി കിട്ടിയപ്പോൾ മനസ്സിലായി ഇത് വേണ്ടിയിരുന്നില്ല എന്ന്. അപ്പൊ അങ്ങനെ വേണം ഞാൻ പറഞ്ഞു, ഒന്നുകിൽ 3 അവർ 30 മിനിറ്റ്സ് റൊട്ടേൻ ഫോളോ ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാൻഡ്വിച്ച് മെത്തേഡ് ഫോളോ ചെയ്യാം. ഇത് രണ്ടുമാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ബിഗിനേഴ്സ് റെറ്റിനോൾ സ്റ്റാർട്ട് ചെയ്യും. ഇപ്പൊ നിങ്ങൾ റെറ്റിനോൾ കറന്റ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ആഴ്ചയിൽ 3 ദിവസമോ 4 ദിവസമോ മാത്രം യൂസ് ചെയ്താൽ മതി. മാത്രമല്ല നിങ്ങളുടെ സൺസ്ക്രീൻ നെക്സ്റ്റ് ഡേ ഫോളോ അപ്പ് ചെയ്യാൻ മറക്കരുത്. പിന്നെ റെറ്റിനോൾ ഉപയോഗിച്ചിട്ട് എപ്പോഴും നല്ല രീതിയിൽ സ്കിൻ ഹൈഡ്രേറ്റ് ചെയ്യുക, അതായത് നല്ല രീതിയിൽ മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യുക.
പിന്നെ നിങ്ങൾ റെറ്റിനോൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ HA BHA ടോണേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്നും കുറയ്ക്കുന്നതായിരിക്കും നല്ലത്. ഇല്ലാത്ത ദിവസങ്ങൾ, അതായത് നിങ്ങൾ റെറ്റിനോൾ യൂസ് ചെയ്യാത്ത ദിവസം HA BHA ടോണർ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. 3 ദിവസമൊക്കെ ആണെങ്കിൽ ബാക്കി 4 ദിവസം നമുക്ക് ആ ടോണർ യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ റെറ്റിനോളും HA BHA ടോണേഴ്സും ഒക്കെ ഒരുമിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇറിറ്റേഷൻസ് വരാൻ സാധ്യതയുണ്ട്. നയാസിനമൈഡ് ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. HA BHA വിറ്റാമിൻ സി ടോണേഴ്സ് യൂസ് ചെയ്യുന്ന ആൾക്കാർ ഒന്ന് ശ്രദ്ധിക്കുക. അടുത്തതാണ് 3 കാര്യങ്ങൾ, ഞാൻ ഓയിലി സ്കിൻകാർക്ക് വരുന്നത് ചേർത്തിയ 3 കാര്യങ്ങൾ പറഞ്ഞുതരാം. ഒന്നെന്ന് വെച്ചാൽ റെറ്റിനോൾ ഉപയോഗിച്ചതിന് ശേഷം എൻ്റെ പോസിന്റെ അപ്പിയറൻസ് കൂടി. രണ്ടെന്ന് വെച്ചാൽ എനിക്ക് റെറ്റിനോൾ ഉപയോഗിച്ചതിന് ശേഷം സ്കിൻ ഭയങ്കരമായിട്ട് ഓയിലി ആയി. പിന്നെ മൂന്നാമത്തെന്ന് വെച്ചാൽ ഞാൻ ആക്നിക്ക് വേണ്ടിയാണ്, മോക്കുരുവിന് വേണ്ടിയാണ് റെറ്റിനോൾ ഉപയോഗിച്ചത്, എൻ്റെ മോക്കുരു വേഴ്സായി. ഇത് മൂന്നും ഓയിലി സ്കിൻകാർ അല്ലെങ്കിൽ മോക്കുരുവിന് വേണ്ടി റെറ്റിനോൾ ഉപയോഗിക്കുന്ന ആൾക്കാർ പറയുന്ന റീസൺസ് ആണ്. ഒന്നെന്ന് വെച്ചാൽ റെറ്റിനോൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പോസ്റ്റിന്റെ അപ്പിയറൻസ് കുറയത്തുള്ളൂ. ഇത് നിങ്ങൾക്ക് പ്രോമിനന്റ് ആയിട്ട് തോന്നി എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങൾ ഇനിഷ്യൽ സ്റ്റേജിലാണ് റെറ്റിനോൾ, കാരണം നമ്മളിപ്പോൾ പറയുമ്പോൾ ഇനിഷ്യൽ സ്റ്റേജിലാണ് നിങ്ങൾ റെറ്റിനോൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന്റെ ടോപ്പ് ലെയർ ഒക്കെ റിമൂവ് ചെയ്ത് നമ്മുടെ വൈറ്റ് ഹെഡ്സിനെ ബ്ലാക്ക് ഹെഡ്സിനെ ഒക്കെ ഒന്ന് കുറയ്ക്കുന്നത് കൊണ്ടും നമ്മുടെ നമുക്ക് തോന്നുന്നതാണ് നമ്മുടെ പോസ്റ്റിന്റെ അപ്പിയറൻസ് കൂടുന്നത്. കൊളാജൻ ബൂസ്റ്റ് ഒക്കെ കാരണം നമ്മുടെ സറൗണ്ടിങ് സ്ട്രക്ചേഴ്സിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതാണ് പോസ്റ്റിന്റെ അപ്പിയറൻസ് ബേസിക്കലി റെറ്റിനോൾ ഉപയോഗിക്കുമ്പോൾ കുറയാണ് ചെയ്യുന്നത്. ആദ്യത്തെ ഒരു 3 മാസത്തെ പ്രശ്നങ്ങളാണ് ഈ പോസ്റ്റിന്റെ അപ്പിയറൻസ് ഒക്കെ ഒന്ന് കൂടുതലായിട്ട് തോന്നുന്നത്. രണ്ടാമത്തത് മോക്കുരു കൂടുന്നതിനുള്ള കാരണം, നമ്മൾ റെറ്റിനോൾ ഉപയോഗിക്കുമ്പോൾ റെറ്റിനോൾ എന്ന് വെച്ചാൽ കൊളാജൻ ബൂസ്റ്റ് ആണ്. അപ്പോൾ ഒരുപാട് കൊളാജൻ ബൂസ്റ്റ് ചെയ്യുന്ന കാരണം സെല്ലിന്റെ ടേൺ ഓവർ റേറ്റ് കൂടും. സെല്ലിന്റെ ടേൺ ഓവർ റേറ്റ് കൂടുന്ന കാരണം നമുക്ക് ഒരുപാട് മോക്കുരുകൾ വരുന്നതാണ് റെറ്റിനോൾ പേർജിങ് ആയിട്ട്. അപ്പൊ അതൊരു ഇഷ്യൂ അല്ല, കണ്ടിന്യൂ യൂസ് ചെയ്താൽ മതി. റെറ്റിനോൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു നിർത്തരുത്, മോക്കുരു വന്നെന്ന് പറഞ്ഞ് ഒരിക്കലും റെറ്റിനോൾ സ്റ്റോപ്പ് ചെയ്യരുത്. റെറ്റിനോൾ കണ്ടിന്യൂസ് യൂസ് ചെയ്യുക, നിങ്ങൾ എങ്ങനെയാണോ യൂസ് ചെയ്യുന്നത് അതുപോലെ യൂസ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള റിസൾട്ട് കിട്ടും. അതൊരു സെൽ ടേൺ ഓവർ റേറ്റ് കൂടുന്നതുകൊണ്ടാണ് മോക്കുരു വരുന്നത്. പക്ഷെ ശ്രദ്ധിക്കുക, നിങ്ങളുടെ മോക്കുരു എന്താ പറയുന്നത് ഭയങ്കര റെഡിഷ് ആയിട്ട് ഭയങ്കര ചൊറിച്ചിലൊക്കെ ആയിട്ടാണ് വരുന്നതെങ്കിൽ റെറ്റിനോൾ സ്റ്റോപ്പ് ചെയ്യുക. കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് റെറ്റിനോൾ അലർജി ആയിട്ടുള്ളത് കൊണ്ടായിരിക്കും അങ്ങനെ വരുന്നത്. അടുത്തതെന്ന് വെച്ചാൽ നിങ്ങൾ റെറ്റിനോൾ ഉപയോഗിക്കുമ്പോൾ ഓവറായിട്ട് ഓയിൽനെസ് തോന്നിക്കുന്നത്. അതിന് കാര്യം എന്തെന്ന് വെച്ചാൽ റെറ്റിനോൾ നമുക്ക് സെറമായിട്ട് അല്ലാണ്ടാണ്, നിങ്ങൾ ഇപ്പൊ റെറ്റിനോൾ ക്രീമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ റെറ്റിനോൾ ജെല്ലായിട്ടും കിട്ടും, ക്രീമായിട്ടും കിട്ടും. അപ്പൊ നിങ്ങൾ ഒരുപാട് ഓയിലി സ്കിൻ ആണെങ്കിൽ നിങ്ങൾ ക്രീം ബേസ്ഡ് റെറ്റിനോൾ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ റെറ്റിനോൾ യൂസ് ചെയ്യുന്ന സിറം കുറച്ച് ഓയിലി ടെക്സ്ചർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ കൂടുതലായിട്ട് ഓയിൽനെസ് തോന്നിക്കുന്നതാണ്. അതൊന്നെങ്കിൽ വാട്ടറി ടെക്സ്ചറിലുള്ളത് അല്ലെങ്കിൽ ജെൽ ടൈപ്ഡ് ആയിട്ടുള്ള റെറ്റിനോൾ ഉപയോഗിച്ചാൽ ആ പ്രശ്നം തീരും. അപ്പൊ ഇത് ഇത്രയായിരുന്നു ഓയിലി സ്കിൻകാർക്കുള്ള റെറ്റിനോൾ അവർ നിർത്താനുള്ള കുറെ കാരണങ്ങളും അതിന്റെ സൊല്യൂഷൻസ്. അപ്പൊ ഇന്നത്തെ വീഡിയോ റെറ്റിനോളിനെ പറ്റിയിട്ടായിരുന്നു. നമ്മൾ ഓൾറെഡി റെറ്റിനോളിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ലൈക്ക് ആടി കൊടുക്കാം, ഒന്ന് കണ്ടു നോക്കാം. ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോ ആയിട്ടില്ല ട്യൂസ്ഡേസിലും തേഴ്സ്ഡേസിലും സൺഡേസിലും ഞാൻ വരുന്നതാണ്. ട്യൂസ്ഡേസിൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ആണെങ്കിൽ ഇവിടെ ചോദിച്ചാൽ ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ ഞാൻ ആ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ചെയ്യുന്നതുമാണ്. ടിൽ ദ ഇറ്റ്സ് ലക്ഷ്മി സൈനിങ്.